ഇപ്പം നല്ല മഴക്കാലമാണ്. എല്ലായിടത്തും ഭയങ്കര വെള്ളക്കെട്ടുകളാണ്. അപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് ചിന്തിക്കുന്നവരാണ് മിക്കവരും. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോർക്കിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറൽ പൂർണ്ണമായിട്ട് തടയാമെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ സ്നോർക്കിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് വെള്ളം എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് തടയാൻ പറ്റത്തില്ല. കാരണം വണ്ടിയുടെ എഞ്ചിൻ്റെ അടിയിലായിട്ടുള്ള ഡിഫറൻഷ്യലും ഗിയർ ബോക്സിൻ്റെയൊക്കെ ബ്രീത്തേഴ്സിലൂടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഓരോ വണ്ടിയുടെ മാനുഫാക്ചറേഴ്സ് ആ വണ്ടിക്ക് പറ്റിയ വാട്ടർ വേഡിങ് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഓഫ് റോഡ് വാഹനങ്ങൾക്കാണെങ്കിലും മാക്സിമം 1 മീറ്റർ വരെയുള്ള വാട്ടർ വേഡിങ് കപ്പാസിറ്റിയാണ് കമ്പനികൾ കൊടുക്കുന്നത്. അപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങൾ കൊണ്ട് എത്ര വലിയ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത്. ഒരു നിശ്ചിത അളവിലുള്ള വെള്ളക്കെട്ടിൽ മാത്രമേ ഓഫ് റോഡ് വാഹനങ്ങളുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറക്കുന്നത് ഹൈ സ്പീഡിലായിരിക്കരുത്. നമ്മളെപ്പോഴും മിനിമം സ്പീഡിൽ ലോ ഗിയറിൽ വേണം വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറക്കാൻ. അങ്ങനെ മിനിമം സ്പീഡിൽ ഇറക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ ഇത്തിരി ഉയർന്നിരിക്കുകയും പുറകിലേക്ക് പോകുന്തോറും വാട്ടർ ലെവൽ ഇത്തിരി കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതായത് ഒരു ബോ വേവ് അവിടെ സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള എയർ ഇൻടേക്കിലേക്കോ ഇലക്ട്രിക്കൽ കമ്പോണൻസിലേക്കോ വെള്ളം കയറുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇനി വണ്ടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ടിൽ വെച്ച് വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് വണ്ടി റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. വണ്ടിയുടെ എഞ്ചിൻ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ എയർ മിക്സർ കംപ്രസ് ചെയ്യാനുള്ളതാണ്. എന്നാൽ വാട്ടർ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എന്നാൽ വാട്ടർ ഇൻകംപ്രസിബിൾ ആണ്. കംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വാട്ടർ കംപ്രസ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും ഒന്ന് കംപ്രസ് ആയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ബെൻഡ് ആവണം. കൂടുതൽ സാഹചര്യങ്ങളിൽ പിസ്റ്റൻ്റെ റോഡ് കണക്റ്റിംഗ് റോഡ് ബെൻഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ കണക്റ്റിംഗ് റോഡ് ബെൻഡ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ മൊത്തത്തിൽ നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ പോലും ഒരു വെള്ളക്കെട്ടിലേക്ക് ഇറക്കാൻ. റെസ്ക്യൂ മിഷനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഓഫ് റോഡ് വണ്ടികൾ യൂസ് ചെയ്യുക.